ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ റോബിൻ്റെ ആദർശനെ കുറിച്ചാണ് പറയുന്നത്. കുറേ നാളെ റോബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു. കാരണം റോബിനും അങ്ങനെ ലൈം ലൈറ്റിലൂടെയൊന്നും വന്നോർന്നില്ല. അപ്പോൾ റോബിനെ കുറിച്ചിട്ട് അധികം കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എപ്പോഴോ കുറച്ച് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വിവാഹവുമായിട്ട് ആരതിപ്പൊടിയമ്മയുടെ വിവാഹത്തിനെ കുറിച്ച് ഒരു വിവാദമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റോബിനെ കുറിച്ച് അങ്ങനെ വിവാദപരമായുള്ള കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹം വളരെയധികം ജെന്യൂനുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റോബിൻ അന്ന് പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. കാരണം ഒരാൾക്ക് നെഗറ്റിവിറ്റി ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് നമ്മൾ കുറേ അദ്ദേഹത്തിന് ഒരു എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ എതിർത്ത് നിന്ന് നമുക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പോസിറ്റീവായുള്ള കുറേ വീഡിയോസ് തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ എനിക്ക് ആഗ്രഹം. അന്നും ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് റോബിൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സിബിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് നാളായല്ലോ സിബിനും അഖിൽമാരാരും ഒക്കെ ഈ ബിഗ് ബോസിനെ ഇങ്ങനെ വിവാദത്തിലേക്ക് ഇടുന്നത്. അപ്പം അഖിൽമാരൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി പറയാൻ വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹം സ്വയം പ്രഖ്യാപിത രാജാവ് എന്ന നിലയിലും ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുണ്യാളൻ എന്ന രീതിയിലുള്ള കുറേ വീഡിയോസാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ അവസാനം ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പിന്നീട് അത് അദ്ദേഹത്തിന് സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഞാനാണ് വലിയ ആൾ, ഞാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് അഖിൽമാരാൻ്റെ വീഡിയോസ് കാണാൻ വലിയ തൃപ്തിയില്ലാത്തതും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോട് തന്നെ ഒരു വലിയ താല്പര്യമില്ലാത്തത്. അതുപോലെ അല്ല റോബിൻ എന്ന് പറയുന്നത്, റോബിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. അദ്ദേഹം ലൈംലൈറ്റോട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. അദ്ദേഹം അത് പൊതുജനങ്ങളുമായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്നവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അദ്ദേഹത്തിനെ നിശിദ്ധമായി തന്നെ വിമർശിച്ചു. അദ്ദേഹം ഓളി എടുക്കുന്നു, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പോകുന്ന നുണ പറയുന്നു, അങ്ങനെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സിബിന് വന്നിട്ടുള്ള ത്രെട്ടനിങ് കോൾ പോലെയൊക്കെ തന്നെ റോബിനും വന്നിട്ടുണ്ടെന്നാണ് റോബിൻ പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള സിനിമ അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. സത്യമല്ലേ? ഇത്രയും വലിയ ഒരു കമ്പനിക്കാർ വന്നിട്ട് റോബിൻ്റെ ഒരു അവസരം ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കും. കാരണം ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. റോബിൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന ഒരു ആളാണ്. അപ്പോൾ ഒരുപാട് സിനിമാ സംവിധായകരായിട്ടും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിട്ട് ഈ ചാനലിനായാലും എൻമോൾ ഷൈൻ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും. അപ്പോൾ റോബിന് എതിരെ നിൽക്കാനായിട്ട് അവർ ശക്തമായിട്ട് അവർക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ എടുക്കേണ്ട, ഞങ്ങൾക്ക് എതിരായിട്ട് അതൊക്കെ സ്വാഭാവികമായിരിക്കും. അപ്പോൾ റോബിൻ പറഞ്ഞത് 100% ശരിയാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സിബിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് അപ്പോൾ ലാലേട്ടൻ വന്ന് അദ്ദേഹത്തിനെ വിമർശിച്ചു. അപ്പോൾ ഭയങ്കര ഡൗണായി. ഭയങ്കര വിമർശനം തന്നെയായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഡൗണായി പോകുന്ന ഒരു തന്നെയാണ്. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ഫിസിക്കൽ അസോൾട്ട് നേരിടേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് വളരെയധികം വിമർശനങ്ങളും അതുപോലെ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ തവണയും തരണം ചെയ്ത് വേണം നമുക്ക് ഇതിന് മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ സിബിൻ അത് സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ലാലേട്ടൻ വന്ന് 2 വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവായിരിക്കും പുറത്തുണ്ടാകുക എന്നുള്ള പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ആകെ അപ്സെറ്റ് ആകുക. അദ്ദേഹം പോയി സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരികയും സൈക്കോളജിസ്റ്റിനെ പോയി കാണേണ്ടി വരികയും അങ്ങനെ. അപ്പോൾ മെഡിസിൻ ആദ്യം എടുത്തു എന്ന് പറഞ്ഞു, പിന്നീട് കൊടുത്ത് അദ്ദേഹം ചോദ്യം ചെയ്തു, അപ്പോൾ അതിനെതിരായി എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം സിബിൻ വീണ്ടും പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകണമെന്ന് വാശി പിടിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നി. അയ്യോ, അദ്ദേഹം അതിനൊരു ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഒട്ടും മെൻ്റലി ഫിറ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഇന്ന് അദ്ദേഹം പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിരുന്നു അത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും സിബിനെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ റോബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് 100% ഭയങ്കര ആത്മാർത്ഥമായിട്ട് കളിച്ചു, വളരെയധികം ഫാൻസിനുണ്ടാക്കിയെടുത്തു. പിന്നെ ഈ അസൂയാളുക്കൾ ഉണ്ടാക്കിയെടുത്തുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് റോബിന് ഡീഗ്രേഡിങ് വന്നിട്ടുള്ളത്. ആ ഡീഗ്രേഡിങ് ഒക്കെ താണ്ടിപ്പോൾ അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്നുള്ള ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റോബിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിലൊരാളാണ് ഞാനും. ഞാൻ റോബിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒരു തെറ്റും കണ്ടില്ല. പല ആൾക്കാരും കളിയാക്കുന്നത് ഓളി എടുക്കുന്നു, ഓളി എടുക്കട്ടെ തന്നെ, അദ്ദേഹത്തിൻ്റെ സന്തോഷമാകുമ്പോൾ അദ്ദേഹം ഓളി എടുക്കുന്നു. ഇപ്പോൾ
അഖിൽമാരാർ എന്ന് പറയുന്ന ആൾക്ക് ജയിച്ചപ്പോൾ ഉള്ള അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനേക്കാളും വലിയ ഒരാൾ ഇല്ല. അദ്ദേഹത്തിന് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കത് പൊങ്ങച്ചായിട്ട് അഹങ്കാരമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുള്ളൂ. വായെടുത്ത് തുറന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി പറയുന്ന പോലെ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അഖിൽമാരുടെ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ലാത്തത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ലേഡി കണ്ടസ്റ്റൻസ് മുഴുവൻ കാസ്റ്റിംഗ് കോച്ചിന് ഇരയായിട്ടുള്ളവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സീസൺ 1 മുതൽ പങ്കെടുത്തുള്ള ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, സെലിബ്രിറ്റീസ് അല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ ലേഡി കണ്ടസ്റ്റൻസിന് മുഴുവൻ അത് എഫക്റ്റ് ചെയ്യും അല്ലേ? ഈ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കിട്ടായിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീകളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മോശം മെസ്സേജും കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികം ഇപ്പോൾ റനീഷ അവരുടെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ വോയിസ് മെസ്സേജ് നമ്മൾ കേട്ടാണ്. ശോഭയ്ക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും, അഖിൽമാരിനെ എതിരെ നിന്ന് കളിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തായാലും ശോഭയ്ക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ സെറീനയ്ക്ക് വന്നിട്ടുണ്ടാവും. സെറീന പക്ഷേ അഖിൽമാരായിട്ട് നല്ല ഒരു ടേംസിലായതുകൊണ്ട് സെറീന അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല എന്തൊക്കെ വന്നു എന്നുള്ളത്. അതുപോലെ മുൻകാലത്ത് വന്നിട്ടുള്ള ദിയാസന അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ ബാഡ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അഖിൽമാരത് പറയുമ്പോൾ അഖിൽമാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ സ്ത്രീകളെ പേരെടുത്ത് പറയാനായിട്ട് പറ്റില്ല. അത് ഇപ്പോൾ മറ്റുള്ള ഒമർ ലുലുവിൻ്റെ ഒരു ഉദാഹരണം വെച്ചാൽ ഒമർ ലുലു ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, അവർ അത് പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ പേര് എന്തുകൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത് അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ അവർക്ക് പങ്കെടുക്കാനായിട്ട് ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിലൂടെയാണ് അവസരം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ അവർ ഇമേജിന് അത് വളരെയധികം കോട്ടം തട്ടും. അപ്പോൾ അങ്ങനെ 1-2 സ്ത്രീകൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അവരെ മേത്ത് മാത്രമല്ലല്ലോ ഈ കുറ്റം ചുമത്തപ്പെടുന്നത്, മറ്റുള്ള ഒന്നും അറിയാത്ത ഇതിൽ ഒരു കോൾ വന്ന് നേരിട്ട് ഇതിൽ വന്ന് പങ്കെടുത്ത ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അഖിൽമാരുടെ ഒരു നിലപാടിനോട് വലിയ ഒരു താല്പര്യം, ഒരു എതിർപ്പ് എനിക്കുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹം ചെന്ന് ചാടിയിട്ടില്ല. ഓരോരുത്തരൊക്കെ പറഞ്ഞുണ്ടാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹം മൗനമായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹമാണ്, അപ്പോഴേക്കും അത് പറഞ്ഞു. ആരതിപൊടിയായിട്ട് അദ്ദേഹം പിരിഞ്ഞു, അങ്ങനെ ഒരു വിവാദം വന്നു. ഇപ്പോൾ അവർ വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് ഒതുങ്ങി നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തെളിയിക്കപ്പെടാണ്. അതും ആരുടെ വഴിയാണ് തെളിയിക്കപ്പെടുന്നത്? അഖിൽമാരൊക്കെ ഇപ്പോൾ അന്ന് വലിയ ടോപ്പിൽ നിന്ന് ഇത് ജയിച്ച് വന്ന ഒരു ആളാണ് അഖിൽമാർ. ഇപ്പോൾ അയാൾ തന്നെയാണ് ഏഷ്യനെറ്റിനെതിരെയും എൻഡമോൾ ഷാനെതിരെയൊക്കെ നിൽക്കുന്നത്. സിബിൻ പക്ഷേ ഇതുവരെയും ഏഷ്യനെറ്റിനെതിരെ നിന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും സിബിൻ നിൽക്കുന്നത് എൻഡമോൾ ഷാനെതിരാണ്. കാരണം ഏഷ്യനെറ്റ് അദ്ദേഹത്തിന് എന്താ പറയുക ചോറ് കൊടുത്തുള്ള ഒരു ചാനലാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം സിബിൻ ഏഷ്യനെറ്റിനെതിരെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സിബിനെ വെച്ച് നോക്കുകയാണെങ്കിലും അഖിൽമാരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും എത്ര ഇതാണെങ്കിലും റോബിൻ എന്ന് പറയുന്ന വ്യക്തി അത് റോബിൻ തന്നെയാണ്. ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. അങ്ങനെ എനിക്കങ്ങനെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരും. എല്ലാവർക്കും ബൈ.